MBA ഉത്തരക്കടലാസ് അധ്യാപകൻ കളഞ്ഞ സംഭവത്തിൽ കേരള സർവകലാശാലയുടെ തീരുമാനം ഇന്ന് 71 വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തുന്ന വിഷയം ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് ഈ അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ സൗകര്യപൂർവ്വമായി വീണ്ടും പരീക്ഷ നടത്താനുള്ള ഒരു തീയതിയൊക്കെ തീരുമാനിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, പരീക്ഷ നടത്തുന്നതിനുള്ള തീയതിയും അതേപോലെ തന്നെ ഒരാഴ്ചക്കകം പരീക്ഷ മൂല്യനിർണ്ണയം നടത്തുന്ന കാര്യങ്ങളൊക്കെ മുൻപേ തീരുമാനമായതാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ് ഇത്തരത്തിൽ പരീക്ഷ വീണ്ടും നടത്തുന്നത്. 71ഓളം ആളുകളുടെ പേപ്പറുകളാണ് ഇത്തരത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് നഷ്ടമായത്. അത് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് വന്നുള്ള ഗുരുതര പിഴവാണ്. അധ്യാപകനെതിരെയുള്ള നടപടി അടക്കം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. എന്നാലും 10:30-ക്കാണ് ഇത്തരത്തിൽ മോഹൻ കുന്നുമ്മൽ യോഗം വിളിച്ചിട്ടുള്ളത്. പരീക്ഷ രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മൂല്യനിർണ്ണയത്തിന്റെ പേപ്പർ അധ്യാപകന് വീട്ടിൽ കൊടുത്തുവിട്ട സംഭവം. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെച്ച് തന്നെയാണ് പേപ്പർ പരിശോധിക്കുക, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സിറ്റി ഒരുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഇത് അധ്യാപകന്റെ കയ്യിൽ പേപ്പർ വീട്ടിലേക്ക് മൂല്യനിർണ്ണയത്തിനായി നൽകി എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതുമാത്രമല്ല, ഈ ജനുവരിയിൽ പേപ്പർ നഷ്ടപ്പെട്ടത് പിന്നീട് ഈ വിഷയം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ തന്നെ അറിയുന്നത് മാർച്ച് മാസമാണ്. അല്ലെങ്കിൽ അത്രത്തോളം കാലതാമസമുണ്ട്. ആ കാലതാമസം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പുനർമൂല്യനിർണ്ണയത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലേക്ക് വരുമ്പോൾ കാലതാമസമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയിൽ വരുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കടക്കം ഇത്തരത്തിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്ക് അന്വേഷിക്കാനും തീരുമാനമാകും. അതിന് കർശന നടപടികളുണ്ടാകും. അധ്യാപകനെതിരെ മുൻപ് നടപടി സ്വീകരിച്ചിരുന്നു. ആ നടപടികൾ ശരിവെക്കുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ വീണ്ടും ഗുരുതര പിഴവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അധ്യാപകനെതിരെയും നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ അധ്യാപകനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്.